ഹലോ ഡിയേഴ്സ്, പത്തരമാറ്റ് നമ്മൾ പ്രേക്ഷകരുടെയൊക്കെ ഹൃദയം കവരുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ ദേവയാനി അടുക്കളയിൽ കയറുവാട്ടോ. എന്നിട്ട് അപ്പൊ നമ്മുടെ ജലജയും ജാനകിയൊക്കെ വന്ന് പറയുന്നുണ്ട്, ആഹാ നയന വന്നിട്ടുണ്ടല്ലോ, അവൾ അടുക്കളയിൽ കയറിയുള്ളൂ, ഏട്ടത്തി എന്തിനാ കയറുന്നത്, ഏട്ടത്തിക്ക് വയ്യാത്തയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആയിരിക്കും നോക്കാൻ പോകുന്നത്, മൂത്ത മരുമകൾ എന്ന രീതിയിൽ ഇനി ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം, ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിക്കാം, ഞാൻ ആരെയും നിർബന്ധിക്കുകയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ നയന വരുന്നുണ്ട്. നയന വന്നിട്ട് നമ്മുടെ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ ചെയ്യുമല്ലോ, അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, അമ്മ പോയി റെസ്റ്റ് എടുക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മുടെ ജാനകിയും ജലജയും ഇപ്പൊ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഓ നിന്നെ ഇനി പണിയെടുപ്പിച്ചെന്നും പറഞ്ഞ് ഇനി ആദർശന് എന്താ പറയാ വിഷമമൊന്നും ആവണ്ട, അവന്റെ ആ ഒരു സന്തോഷമാണ് എനിക്ക് വലുത്, നീ പോയി റെസ്റ്റ് എടുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ നയന പറയുന്നത്, അതിന് റെസ്റ്റ് എടുക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവയാനി, ഇല്ല എന്നാലും നീ പോയി മുറി പോയി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ നൈസായിട്ട് നയനെ പോയി റെസ്റ്റ് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നയന ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ട് കേട്ടോ, ഇനി എന്റെ മോളെ ഞാൻ പണിയെടുപ്പിക്കില്ല, ഇനി മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ അമ്മ വെച്ച് വിളമ്പി തരും, ഇനി മോളുടെ വേലക്കാരിയെ ഇനി അമ്മ ഈ ഒരു ജീവിതം ജീവിച്ച് തീർക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ദേവയാനി ആ ഒരു കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും നോക്കി ഇങ്ങനെ പറയുന്ന രംഗങ്ങൾ ട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണും കൂടി ഇങ്ങനെ നിറഞ്ഞു പോകട്ടോ. ഓ ദേവയാനി ഇത്ര പാവമായിരുന്നോ, ഈ ദേവയാനിയാണോ നമ്മ ഇത്ര നാളും വെറുത്തു പോയത് എന്നൊക്കെ വിചാരിച്ചു പോകട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളി രംഗങ്ങളാണ് ട്ടോ കൂട്ടുകാർ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ വൈകാതെ തന്നെ നമ്മുടെ നയനയും ആ ഒരു നെഞ്ചോട് ചേർക്കുന്ന ദേവയാനിയും നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.